ചങ്ങായിമാരെല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സാധാരണ എന്റെ അൻസാരി ഉസ്താദിന്റെ വീഡിയോ പങ്കുവെക്കുമ്പോൾ അതിന്റെ ഇടക്കൂട്ട സംഖ്യക്ക് ഓരോ ഊക്ക് കൊടുക്കുന്നുണ്ട്. സംഖ്യകൾ ഊക്കിയില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. പക്ഷെ ഇപ്രാവശ്യം ഞാൻ സംഖ്യകൾ ഊക്കാനല്ല എന്റെ അൻസാരി ഉസ്താദിന്റെ വീഡിയോ ഇവിടെ പങ്കുവെക്കുന്നത്. ഇതൊരു സ്വയം വിമർശന വീഡിയോ ആണ്. ഞാൻ എന്നെ വിമർശിക്കണം, നിങ്ങൾ വിമർശിക്കണം. കാരണം നമ്മളിൽ ചിലർ ചെയ്തതോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും കണ്ടതോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും അനുഭവിച്ചതോ ആയ ചില കാര്യങ്ങളാണ് അൻസാരി ഉസ്താദ് ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്ക് എന്തായാലും അൻസാരി ഉസ്താദ് വീഡിയോയിൽ എന്താ പറയുന്നതെന്ന് കേട്ടിട്ട് വരാം. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാം. നമ്മളൊക്കെയും മരിച്ചുപോയവരുടെ ഖബർ വിശാലമാക്കി തരണേ അല്ലാന്ന് നിരന്തരമായി ദുആ ചെയ്യാറുണ്ടല്ലേ? എന്നാൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും അധികം നമ്മൾ ദുആ ചെയ്യേണ്ടത്, പടച്ചവനെ ഈ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുണ്ടല്ലോ അവരുടെ മനസ്സൊന്ന് വിശാലമാക്കി തരണേ അല്ലാന്ന് നമ്മൾ ദുആ ചെയ്യണം. എന്താണെന്ന് നിങ്ങൾ ഒരു വേള ചിന്തിക്കുന്നുണ്ടാവും. ഇന്ന് എന്റെ പരിചയത്തിലുള്ള ഒരു സാധുവായ മനുഷ്യൻ മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി ആ ഭാഗത്ത് ഒരു 3-4 പാവപ്പെട്ട കുടുംബമാണ് ജീവിക്കുന്നത്. ഒരാൾക്ക് മാത്രം നടന്നു പോകാനുള്ള വഴിയാണ് കൊടുത്തിരിക്കുന്നത്. ഈ സമീപത്തൊക്കെ അത്യാവശ്യം സാമ്പത്തികമായി ഉന്നമനത്തുള്ള ആളുകളുടെ വീടുണ്ട്. അവരെല്ലാം ഈ മതിൽ എത്രത്തോളം ഈ വഴിയിലേക്ക് ഇട്ട് കെട്ടാമോ അത്രത്തോളം തള്ളിയിട്ട് ഇട്ടിരിക്കുകയാണ്. ഇതൊന്നുമല്ല പ്രശ്നം. ഈ പാവപ്പെട്ടവന്റെ മയ്യത്ത് ആളുകൾ പ്രയാസപ്പെട്ട് ഈ ഒരു വഴിയിലൂടെ കൊണ്ടുവരാൻ വലിയ പ്രയാസം ഈ മയ്യത്ത് കൊണ്ടുവരാൻ. ഈ മയ്യത്ത് ഒരു പ്രത്യേക ഭാഗത്തെത്തിയപ്പോഴേക്കും പിന്നെ തിരിയുന്നില്ല, വളമാണ് അവിടെ മയ്യത്ത് തിരിയുന്നില്ല. ഒരുപാട് പണിപ്പെട്ട് ഒരു 10-15 മിനിറ്റ് എടുത്ത ശേഷം അവസാനം ഈ മതിലിന്റെ മുകളിലൂടെയാണ് ഈ മയ്യത്ത് അവിടെ കുടുങ്ങിപ്പോയി. മതിലിന്റെ മുകളിലൂടെയാണ് മയ്യത്ത് ഇങ്ങനെ ഒക്കെ ഉയർത്തിയത്. ഈ കുടുങ്ങിയ സ്ഥലം ഉണ്ടല്ലോ, ഏറ്റവും അധികം ഈ വഴിയിലേക്ക് തള്ളിയ മതിൽ ഇടുങ്ങിപ്പോയ സ്ഥലം, ആ വളവിലുള്ളവന്റെ വീട് ഞാനിങ്ങനെ നിരീക്ഷിക്കുമ്പോൾ നമ്മൾ ആലങ്കാരികമായിട്ട് പറയുമല്ലോ, ഒരു ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ടെന്ന് പറയൂലേ എന്ന് പറയുന്നത് പോലെ 2 വലിയ ലോറി കിടക്കുന്ന വീടാണ്. ഒരു ഇഞ്ച് ഭൂമി, ഒരു മുഴം ഭൂമി വിട്ടുകൊടുത്താൽ ഏതെല്ലാം മനുഷ്യർക്ക് സുഖമായിട്ട് നടന്നു പോകാം. എടാ, ജീവിച്ചിരിക്കുന്നവർക്ക് നടക്കാൻ നീ ഒന്നും വഴി കൊടുക്കുന്നില്ല. മരിച്ചുപോയവരുടെ ജനാസയെങ്കിലും കൊണ്ടുപോകാൻ ഈ സ്ഥലത്ത് കൂട്. ഇതൊക്കെ എങ്ങോട്ട് കെട്ടിപ്പൂട്ടി കൊണ്ടുപോകാൻ പോവാണ്? ഇതെല്ലാം കശത്ത് വെച്ച് ഇതിന്റെ ആധാരമായിട്ട് എവിടെ പോകാൻ പോണത്? ഈ മനുഷ്യന്മാർ എത്ര പേര് പ്രാകുന്നുണ്ടാകും? എത്ര പേര് ആ സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരു വേള മനസ്സുകൊണ്ട് ശപിച്ചിട്ടുണ്ടാകും ആ മയ്യത്ത് കൊണ്ടുപോകാൻ കഴിയാതെ? ഇങ്ങനെ നീയൊക്കെ മനുഷ്യർക്ക് വഴിവിട്ടു. ഇത് ഒരുപാട് സ്ഥലത്തുണ്ട് ഈ പ്രശ്നം. ഒരുപാട് സ്ഥലത്ത് ഇല്ലായ്മക്കാരൻ താമസിക്കുന്ന കാലത്ത് വഴിവിട്ട് 1 ഇഞ്ച് ഭൂമി വിട്ടു കൊടുക്കില്ല. എങ്ങനെ? സ്വന്തമായിട്ട് കോടിക്കണക്കിന് സ്വത്തുണ്ടായാലും കുടുംബപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഓഹരി ഒരു 1/2 സെന്റ് ഭൂമിയെങ്കിലും വിട്ടുകിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിനുവേണ്ടി കലഹം ഉണ്ടാക്കി ഭിന്നിപ്പുണ്ടാക്കി കാലങ്ങളോളം മിണ്ടാൻ പരസ്പരം സലാം പറയാൻ നടക്കുന്ന അത്രയും ഇടുങ്ങിയ മനസ്സുള്ള ആളുകളാണ്. എന്നാൽ ഈ മനുഷ്യരാരും നിസ്കാരവും നോമ്പും ഹജ്ജും ഉംറയൊന്നും ഇല്ലാത്തവരൊന്നുമല്ല. എല്ലാം ഉള്ളവന്മാർ തന്നെ. ദീനൊന്നും ഒരു കുറവില്ല. പക്ഷേ വിട്ടുവീഴ്ചക്ക് അവരും തയ്യാറല്ല. തന്റെ മുതൽ ഒരു രൂപ മുതൽ നഷ്ടപ്പെടുന്നതിന് ആരും തയ്യാറാകത്തില്ല. പിന്നെ എന്തിനാണ് ഈ ദീനുമായിട്ട് നടക്കുന്നത്? പിന്നെ നമ്മൾ എന്തിനാണ് ഇതുകൊണ്ട് ഈ മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്നത്? ഒരു മുസൽമാൻ ഏറ്റവും അധികം വേണ്ടത് വിശാലമായ ഹൃദയമാണ്, വിട്ടുവീഴ്ച മനോഭാവമാണ്. ആർക്കാണെന്ന് പറഞ്ഞാലും ഇപ്പൊ നമ്മൾ എന്തെല്ലാം കെട്ടിക്കൂട്ടിയാലും ഇപ്പൊ വിട്ടുകൊടുക്കാൻ ആഗ്രഹമില്ലെങ്കിലും വിട്ടുകൊടുക്കാൻ ആഗ്രഹമുള്ളൊരു സമയം വരുമല്ലോ. ആ സമയം ഒന്ന് നേരത്തെ ആയാലും എത്ര ഗുണമായിരിക്കും. ആ സമയത്ത് പിന്നെ പറയേണ്ടി വരത്തില്ല. ഈ മരണമാസനമാകുന്ന സമയത്ത് നമ്മൾ പറയുന്നത്, പടച്ചവനെ ഞാൻ സ്വതക്ക ചെയ്യാം, ഫഅകുമിന സ്വാലിഹീൻ, ഞാൻ അങ്ങനെ സ്വാലിഹീങ്ങളിൽ പെടാമെന്ന് നമ്മൾ പറയും. ആ സമയത്ത് മനുഷ്യന്റെ മനോഭാവം എന്താ? ഇനി എനിക്കൊന്നും വേണ്ട, എല്ലാം വിട്ടുകൊടുത്തേക്കാണ്. എടാ, ഇത് ജീവിച്ചിരിക്കുമ്പോൾ ഈ മനോഭാവം ഉണ്ടെങ്കിലോ പിന്നെ നിനക്ക് അവിടെ സങ്കടം പറയേണ്ട കാര്യമില്ല. നീ സ്വാലിഹായില്ലേ? അപ്പൊ നീ സ്വാലിഹായി, പിന്നെ നിനക്ക് സങ്കടം വരത്തില്ല. നീ നല്ലവനാകേണ്ടത് മരണമാസനമാകുന്ന സമയത്തല്ല, അതിനു മുമ്പേ തന്നെ നിനക്ക് എല്ലാം വിട്ടുകൊടുക്കാനുള്ള മനോഭാവം ഉണ്ടെങ്കിൽ പിന്നെ നിനക്ക് എന്ത് പേടിക്കാനാണ്? ഈ കെട്ടിപ്പൊട്ടി എങ്ങോട്ടായി വെക്കുന്നത്? ഒരു മനുഷ്യന്റെ മയ്യത്ത് പോലും കൊണ്ടുവരാൻ പറ്റാത്ത രൂപത്തിലേക്ക് വഴി ഇടുക്കി നിന്റെ ഹൃദയം ഇടുങ്ങിയ മനസ്സുമായി നീ ഏത് സ്വർഗം കാമിച്ചിട്ടാണ് നീ പള്ളിയിൽ പോയി സുജൂദ് ചെയ്യുന്നത്? നിസ്കരിക്കാത്തവനും നിസ്കരിക്കുന്ന നീയും തമ്മിൽ എന്ത് വ്യത്യാസമാണ്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്നെ കേൾക്കുന്ന മനുഷ്യരോടാണ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം വിശാലമാകണം. നിങ്ങളുടെ ഹൃദയം വിശാലമാകുമ്പോൾ നിങ്ങളുടെ പരിസരങ്ങളിൽ താമസിക്കുന്ന മനുഷ്യർക്ക് വീട്ടിലേക്ക് പോകാനുള്ള വഴികൾ വിശാലമാക്കി കൊടുക്കണം. ഇതൊന്നും കൊണ്ട് നമ്മൾ പോകില്ല. ആ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ വിട്ടുകൊടുത്താൽ, അവൻ സന്തോഷത്തോടുകൂടി പോയാൽ, അവന്റെ യാത്ര സുഗമമായാൽ, അവന്റെ കാര്യങ്ങളെല്ലാം എളുപ്പമായാൽ, അത് നിങ്ങൾക്കൊരു പ്രാർത്ഥന പോലെ നിങ്ങൾക്ക് പരിണമിക്കും. അത് നിങ്ങൾക്ക് വലിയ സുഹൃതങ്ങളായി മാറും. മനുഷ്യരുടെ പ്രാക്ക് വാങ്ങരുത്. അതുകൊണ്ട് പറയാൻ എനിക്കിന്ന് വലിയ സങ്കടം തോന്നി. അതുകൊണ്ടാണ് എന്റെ ഈ വീഡിയോ ഒരു പക്ഷേ അയാൾ പോലും കാണുന്നുണ്ടാവും. നിങ്ങളുടെ മുറ്റത്ത് കിടക്കുന്ന ലോറി കണ്ട് ഞാൻ സങ്കടപ്പെട്ടു പോയി. ഒരു മുഴം അല്ലെങ്കിൽ ഒരു ചാൻ നിങ്ങൾ ഭൂമി വിട്ടുകൊടുത്താൽ ആ മയ്യത്തൊന്ന് തിരിഞ്ഞു പോകില്ലേ? അള്ളാഹു കാക്കട്ടെ. ഇതെന്റെ അൻസാരി ഉസ്താദ് മുസ്ലിം സമുദായത്താണെന്ന് പറയുന്നതെങ്കിലും ഇത് ഞാനടങ്ങുന്ന ഹിന്ദു സമുദായത്തിലും ക്രൈസ്തവ സമുദായത്തിലും ഒക്കെ ഭയങ്കരമായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ബോഡി കൊണ്ടുപോകാനോ കൊണ്ടുവരാനോ കഴിയാത്ത അത്ര രീതിയിലുള്ള വഴികളിലൂടെ നമ്മൾ പോയിട്ടുണ്ടാവും. അത്രമാത്രം ഇടുങ്ങിയ ചിന്താഗതിക്കാർ ആ വീടിന്റെ മുന്നിലുണ്ടാവും. ഈ വീഡിയോ ചെയ്തത് കൊണ്ട് അവരുടെ ആ ഇടുങ്ങിയ ചിന്താഗതിക്ക് മാറ്റം വരുന്നെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. ഇത് നമ്മുടെ നാട്ടിൽ ഒരു വർഗീയതയും ഇല്ലാതെ, ഒരു ജാതി മത വ്യത്യാസവും ഇല്ലാണ്ട് ഈ ഒരു കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. എങ്ങനെ വഴി കൊടുക്കാതിരിക്കുക? അത് മരിച്ചായാലും ശരി, വീടെടുക്കാനായാലും ശരി, എങ്ങനെയൊക്കെ മുടക്കാൻ പറ്റുക? എന്തിന് വഴി നടക്കാൻ പോലും വഴി കൊടുക്കാത്തവരുണ്ട്. വണ്ടിയൊക്കെ പിന്നെ വിട്, വഴി നടക്കാൻ പോലും വഴി കൊടുക്കാത്ത എത്ര കോടീശ്വരന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആദ്യം വഴി നടക്കാൻ സ്ഥലമുണ്ടെങ്കിൽ ആ സ്ഥലത്തേക്ക് വരെ കല്ല് കയറ്റി കെട്ടിട്ട് വഴി നടക്കാനുള്ള സൗകര്യം വരെ ഇല്ലാണ്ടാക്കും. എങ്ങനെയെങ്കിലും വാരി പിടിക്കലാണ്. പൈസയും സ്ഥലവും എത്ര കിട്ടിയാലും കൊതി തീരാത്ത കുറെ കോടീശ്വരന്മാർ.
പിന്നെ സംഘികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വർഗീയവാദി എന്നും താലിബാൻ എന്നും വിളിക്കുന്ന ഈ അൻസാരി ഉസ്താദ് ഉണ്ടല്ല, അദ്ദേഹത്തിന്റെ തന്നെ സമുദായത്തെപ്പെട്ടവർ ചെയ്യുന്ന കുറ്റങ്ങളെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തത്. അതിന്റെ ഇടക്ക് മാത്രമാണ് നിങ്ങളെ ഒക്കിയത്. പക്ഷെ അദ്ദേഹം ഇപ്പൊ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളെ സമുദായത്തെ, നിങ്ങൾ പറഞ്ഞില്ലേ ഹിന്ദു സമുദായത്തിന്റെ അട്ടിപ്പറാവകാശം ഏറ്റെടുത്താണ് സംഘികളെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഇതുപോലുള്ള ആൾക്കാർക്കെതിരെ എപ്പോഴെങ്കിലും ഒരു വീട് ചെയ്യാൻ പറ്റുമോ? അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ? ഉണ്ടം പോരി പറ്റും നിങ്ങൾക്ക്. ബുദ്ധിമുട്ടുന്ന ബേക്കിലുള്ള ബുദ്ധിമുട്ടുന്നവൻ ഉന്നത കുലക്കാരനല്ലെങ്കിൽ ഇപ്പം ബുദ്ധിമുട്ടുന്നതിൽ യാതൊരു കുഴപ്പവും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും നല്ലത് ചെയ്യുന്നവരെ നല്ലതാണെന്ന് പറയാനുള്ള ഒരു മനോഭാവമെങ്കിലും ഉണ്ടാക്കിയെടുക്കുക ചാണക സംഖ്യകളെ. അതുകൊണ്ട് ഈ വീഡിയോ ഒക്കെ നമ്മളെയൊക്കെ ബാധിക്കുന്നതാണ്. നമ്മൾ ഒരുപാട് കാലം കഴിഞ്ഞിട്ട് മരിക്കാൻ കിടക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞ പോലെ മരിക്കാൻ കിടക്കുമ്പോൾ മാറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല. മാറ്റി ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ചിന്തിക്കണം, പിന്നെ ചിന്തിച്ചിട്ട് യാതൊരു കാര്യമില്ല. ദൈവം പടച്ചോൻ പോലും അന്നേരം പൊറുക്കൂല. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, ഇത് മുസ്ലിമിനെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. ഹിന്ദുക്കളും ക്രൈസ്തവരും എല്ലാം ഇതുപോലുള്ള കുറ്റകൃത്യം ചെയ്യുന്നവരാണ്. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ അൻസാരി ഉസ്താദിനും എന്റെ ഒരു നല്ല സുലാം.